ഇതെൻ്റെ ഓല X1X 4 kW. അപ്പം ഇതിനിപ്പോൾ ഒരു കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീ ഓണാക്കി സ്റ്റാൻഡ് തട്ടി പാർക്കിങ് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്താലും വണ്ടി മൂവ് ആവില്ല. ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി മൂവ് ആവില്ല. മോഡ് മാറ്റി സ്പോർട്സോ എക്കോയോ ബാറ്ററി ലെവലുണ്ട് സ്പോർട്സിലോട്ട് പോകുന്നില്ല. ഇപ്പം ഏത് ഇത് മോഡിലിട്ടിട്ടും ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് നീങ്ങില്ല. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് 9 മാസം. ഇതിനിടയ്ക്ക് രണ്ടാമത്തെ തവണ എനിക്കിങ്ങനൊരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഈ ബ്രേക്കിൻ്റെ സെൻസറിൻ്റെ ഒരു വയറുണ്ട് ഇവിടെ. അത് നമുക്ക് ഇതിനിടയ്ക്കൊന്ന് ഇങ്ങനെ എടുക്കാൻ കഴിയും. ഇവിടെ ആയിട്ടുണ്ടാകും. നമുക്ക് കൈയിട്ട് ഇങ്ങനെ ഈസിലി എടുക്കാൻ പറ്റും. ഈ ഒരു എന്താ പറയുക, ഈ ഒരു കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഓടിച്ച് എന്തായാലും ഷോറൂം വരെ കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലല്ല, എനിക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന റൈറ്റ് സൈഡിലാണ് പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഉരു വിട്ടേക്കുന്ന റൈറ്റ് സൈഡാണ്. അപ്പോൾ റൈറ്റ് സൈഡിലേത് നമ്മൾ അതിൽ പിടിച്ചുകൊണ്ട് നമ്മൾ എത്ര പ്രസ് ചെയ്താലും വണ്ടി സ്റ്റാർട്ട് ആവില്ല, കാരണം അത് ഉരു വിട്ടിരിക്കുന്നതുകൊണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിടിച്ച് ഇപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ട നോർമലായിട്ടുണ്ട്. ഇനി ആക്സിലേറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി മൂവ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ഊരിയിട്ട് ഓടിക്കണം എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഷോറൂം വരെ എത്തിക്കാനായിട്ട് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.